ഫുഡെല്ലാം കഴിച്ച ശേഷം ടാനും യാനും എക്സ്പെൻസീവായ വാച്ചിനെ കുറിച്ച് സംസാരിക്കുകയാണ്. ഇത്രയും വിലപിടിപ്പുള്ള വാച്ച് അവൾക്ക് എവിടുന്നാണ് വാങ്ങാൻ സാധിച്ചത്? അവളിപ്പോൾ ആരുടെ കൂടെയാണ് സ്റ്റേ ചെയ്യുന്നത് എന്നറിയില്ലല്ലോ എന്ന് ചിന്തിച്ച് നടക്കുമ്പോൾ ഹുവാങ്ങിന്റെ കാറ് അവർക്ക് മുന്നിൽ കുറുകെ വന്ന് നിൽക്കുന്നു. യാന് ഹീറോയെ കണ്ട ഉടനെ മനസ്സിലാവുകയാണ് ഹീറോ ആ നാട്ടിലെ ഒരു പണക്കാരൻ കൂടിയാണ്. അതുകൊണ്ട് അവരുടെ മുന്നിൽ കുറയ്ക്ക വന്നതിനാൽ എന്താ സാർ ക്യാഷ് ഉണ്ടെന്ന് കരുതി വണ്ടി എവിടെ നിർത്താമെന്നാണോ? ഹീറോ ഉടനെ എന്തിനാണ് ദേഷ്യപ്പെടുന്നെന്ന് ചോദിക്കുമ്പോൾ ടാനും യാനും ഷോക്കാവുകയാണ്. ഇവിടെ റെസ്റ്റോറൻറ്റിൽ ഷെൻഷി ഹീറോയെ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ ഷെൻഷിയുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന ഒരാൾ വന്ന് ഇനി മുതൽ ടാനിനെയും യാനിനെ മീറ്റ് ചെയ്താൽ അവരുടെ കൈയും കാലും ഒടിക്കുമെന്നും ഇനി ക്വിൻ ഫാമിലി വരാൻ പാടില്ലെന്ന് പറഞ്ഞു. അവൾക്കും അത് കേട്ടപ്പാടെ ഉടനെ ഫീലാവുകയും കാരണം സ്വന്തം വീട്ടിൽ വരണ്ട എന്ന് കേൾക്കുമ്പോൾ ആർക്കാണെങ്കിലും ഒരു വിഷമം വരില്ലേ? ഇവളാകെ സാഡായിട്ടിരിക്കുമ്പോൾ ഹുവാങ് വരുന്നു. അവൻ വന്നതും അറിഞ്ഞ ഉടൻ ഷെൻഷി ഉടനെ അവനെ കെട്ടിപ്പിടിച്ച് എന്താണ് എന്നെ ആർക്കും ഇഷ്ടമല്ലാത്തത്? ഞാൻ ലൈഫിൽ ഒറ്റയ്ക്കിരിക്കണോ എന്നായിരിക്കും പലർക്കും ആഗ്രഹം എന്ന് പറഞ്ഞ് കരയുമ്പോൾ അവൻ ഞാനുണ്ടല്ലോ നിന്റെ കൂടെ, നമുക്ക് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു. ഹുവാങ്ങിന്റെ വായിൽ നിന്ന് രക്തം വരുന്നത് കണ്ട് അവൾ എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നു. ടാനും യാനുമായിരിക്കും അവനെ അടിച്ചത്, പക്ഷെ അക്കാര്യം അവൻ അവളോട് പറയാതെ അതൊന്നുമില്ല എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. ഇവളും ആ മുറിവിൽ ഓതുമ്പോൾ അവൻ അവളെ ഒരു കിസ് കൊടുക്കുന്നു. ശേഷം ഹുവാൻ വീട്ടിലെത്തുമ്പോൾ കുടിച്ചിട്ടായിരിക്കും ഇരിക്കുക. ഷെൻഷി അങ്ങോട്ട് വന്ന് അങ്കിൾ നിങ്ങൾ ഇപ്പോഴും എന്തിനാ കുടിക്കുന്നത് ശരീരത്തിന് നല്ലതല്ല എന്ന് പറയുമ്പോൾ ഹുവാങ് ഷെൻഷി ചെരുപ്പിടാത്തോണ്ട് തന്നെ നീ എന്താ ചെരുപ്പിടാത്തത്, നിനക്ക് തണുപ്പ് പിടിക്കില്ലല്ലോ എന്ന് പറഞ്ഞ് ഹുവാങ് അവളെ മടിയിലിരുത്തുന്നു. അപ്പോൾ ഹുവാങ്ങിന്റെ ഡ്രസ്സ് ഓപ്പൺ ആയിരിക്കുന്നതിനാൽ അവൾ അതൊക്കെ ശരിയാക്കി പോകാനായി എഴുന്നേൽക്കുമ്പോൾ അവൻ അവളെ വിടാതെ പിടിക്കുന്നു. അപ്പോൾ അവൾ അങ്കിൾ രണ്ടുപേർക്കും മനസ്സിലാക്കിയിട്ട് വേണ്ടേ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എന്താ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് അവളെ അവൻ കിസ് ചെയ്യുകയാണ്. അങ്ങനെ രണ്ടുപേരും അന്നത്തെ രാത്രി സ്പെൻഡ് ചെയ്യുന്നു. അടുത്ത ദിവസം രാവിലെ അവർ എഴുന്നേൽക്കുമ്പോൾ എന്നെ വിട്ട് എങ്ങും പോകലേ, എനിക്കെന്ന് പറയാൻ നിങ്ങൾ മാത്രമാണുള്ളത് എന്ന് പറയുമ്പോൾ ഞാൻ എന്നും നിന്റെ കൂടെ തന്നെ ഉണ്ടാകും. ഇന്ന് നമുക്ക് രണ്ടുപേർക്കും ഓഫീസിൽ പോകാം, നീയാണ് എൻ്റെ ഭാര്യ എന്ന് എല്ലാവർക്കും മുന്നിൽ അനൗൺസ്മെന്റ് ചെയ്യാൻ പോവുകയാണെന്ന് പറയുകയാണ്. മറുവശം ഹീറോയ്ക്കായിട്ട് ഓഫീസിലെ എല്ലാവരും വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഹുവാങ് ഷെൻഷിയുടെ കൈ പിടിച്ച് ഓഫീസിലേക്ക് പോകുന്നത് കണ്ട് എല്ലാവരും ഹുവാങ്ങിനെ കണ്ട് സന്തോഷമാവുകയാണ്. കാരണം അവൾ ഹീറോയുടെ ജീവിതത്തിൽ വരുന്നതിന് മുന്നേ ഓഫീസിൽ വരുന്നത് തന്നെ ഭയങ്കര ദേഷ്യത്തിലും ആരോടും ഒന്നും ചിരിക്കുകയില്ല. ഇപ്പോൾ വളരെ ചിരിച്ചുകൊണ്ടാണ് ഹുവാങ് ഓഫീസിൽ വരുന്നത്. ഭാര്യയായ ഷെൻഷിയെ കാണാൻ നല്ല ക്യൂട്ടാണെന്നും എംപ്ലോയീസ് പറയുന്നു. അങ്ങനെ ഹുവാങ് വന്നതും എംപ്ലോയീസിനോട് 60% ബോണസ് കൂട്ടാൻ പോവുകയാണെന്ന് പറയുന്നു. അത് കേട്ടപാടെ എല്ലാ എംപ്ലോയീസിനും ഹാപ്പി ആവുകയാണ്. ശേഷം ഹുവാങ് അവിടെയുള്ള എംപ്ലോയീസിനോട് ഇതാണ് എൻ്റെ വൈഫ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുകയാണ്. ശേഷം ഷെൻഷി തനിയെ റൂമിലിരിക്കുമ്പോൾ ഹുവാങ്ങിന്റെ പിയെ ആളൊരു നോക്കിയാണെന്ന് തോന്നുന്നു. അയാൾ അവളുടെ അടുത്ത് വന്ന് കൊഞ്ചിക്കൊഴിയുകയാണ്. അത് കണ്ടുവന്ന ഹുവാങ് അതും ഒട്ടും തന്നെ പിടിക്കുന്നില്ല. അവൻ പിയെ പുറത്താക്കിയിട്ട് ഷെൻഷിയോട് നിനക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ പോരെ, മറ്റുള്ളവരോട് ക്ലോസ് ആയിട്ട് കണ്ടാൽ എനിക്ക് ഒരുപാട് ദേഷ്യം വരും എന്ന് പറയുന്നു. അപ്പോൾ ഷെൻഷി നിങ്ങൾ ഇത്ര വലിയ കമ്പനിയുടെ CEO അല്ലേ, നിങ്ങളുടെ പിയെ കണ്ടെന്തിനാ ദേഷ്യപ്പെടുന്ന ചോദിക്കുമ്പോൾ ഞാൻ എത്ര വലിയ ആളാണെങ്കിലും നിന്റെ മുന്നിൽ ഒന്നും തന്നെയല്ല, എനിക്കെന്ന് പറയാൻ നീ മാത്രമാണ് എന്ന് കേൾക്കുമ്പോൾ അവൾ ഹെൽപ്പ് ചെയ്യാൻ പറയുന്നു. അന്നേരം അവൻ അവളെ കിസ് ചെയ്യുകയാണ്. അപ്പോൾ അവൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കിസ് ചെയ്യുന്നത്. അതും കേട്ടതും അവൻ അവൾ ഇരിക്കുന്ന കസേര തിരിച്ച് കിസ് ചെയ്യുകയാണ്. ശേഷം ഷെൻഷിയും ലില്ലിയും മാളിൽ വരികയാണ്. ഷെൻഷി വിവാഹിതയായി എന്നുള്ള കാര്യവും അങ്കിളിന് നല്ല രീതിയിലാണ് നോക്കുന്നതെന്ന് കേട്ടതും ലില്ലി വയസ്സായ ഒരാളെയാണോ നീ വിവാഹം ചെയ്തിരിക്കുന്നത്, നീ എന്താ ഇക്കാര്യം എന്നോട് നേരത്തെ പറയാണ്ടിരുന്നത് എന്ന് പറയുന്നു. അന്നേരം അവർ രണ്ടുപേരും ഷോപ്പിങ്ങിനായി മാളിൽ വെച്ച് ഷെൻഷിയുടെ അമ്മയും ചേച്ചിയായ യോഷി കണ്ടുമുട്ടുന്നു. യോഷി ഷെൻഷിയെ കണ്ട ഉടനെ അവളെ ചൊറിയാൻ തുടങ്ങി. നിങ്ങളെ പോലെയുള്ള പിച്ചക്കാരികൾക്ക് ഇത്രയും വലിയ മാളിൽ ഡ്രസ് എടുക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ലില്ലി നിനക്ക് ഡ്രസ്സ് എടുക്കാമെങ്കിൽ ഞങ്ങൾക്കെന്താ ഡ്രസ്സ് എടുത്തൂടെ എന്ന് ഒപ്പത്തിനൊപ്പം പറയുകയാണ്. ഷെൻഷിയുടെ അമ്മ നിന്റെ ചേച്ചിയെ തരം താഴ്ത്തുന്നത് കണ്ട് എന്താ നീ ഒന്നും മിണ്ടാത്തതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ക്വിൻ ഫാമിലിയിൽ യാതൊരു ബന്ധമില്ല, എന്നെ അടിച്ച് പുറത്താക്കിയതല്ലേ, ഞാൻ എന്തിന് നിങ്ങൾക്ക് വേണ്ടി വാദിക്കണമെന്ന് പറയുന്നു. യോഷി അവളെ തരം താഴ്ത്തി പറയുമ്പോൾ ഷെൻഷി ഹുവാങ്ങിനെ ടെക്സ്റ്റ് മെസ്സേജ് അയക്കുകയാണ്. ഞാൻ മാളിലുണ്ട്, എനിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിച്ചോട്ടെ എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുമ്പോൾ അവൻ അവൾക്ക് ഇഷ്ടമുള്ളത് വാങ്ങിച്ചോ എന്ന് പറയുന്നു.
ഇവിടെ യോഷിയോ അമ്മയും അച്ഛൻ ഷോപ്പിങ്ങിനായിട്ട് തന്നിരിക്കുന്നത് 1 മില്യൺ ആണ്. അവരുടെ മുന്നിൽ ഷോ കാണിക്കാതെ ഉള്ള ക്യാഷിന് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് പോകാമെന്ന് പറയുന്നു. കാരണം ഷെൻഷിയുടെ മുത്തശ്ശൻ ഷെൻഷിയുടെ പേരിലാണ് എല്ലാ സ്വത്തുക്കളും എഴുതി വച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇവർക്ക് ഒന്നും അതിൽ തൊടാൻ പോലും സാധിക്കില്ല. ഉള്ളത് കൊണ്ട് മാത്രമേ കഴിയാനേ ഇവർക്ക് പറ്റൂ. അപ്പോൾ ഷെൻഷിയും ലില്ലിയും വരുന്നത് കണ്ട് അവരുടെ മുന്നിൽ വെച്ച് ഷോ കാണിക്കാനായി യോഷിക്ക് കാർഡ് കൊടുത്തിട്ട് നീ വേണ്ടത്ര എല്ലാ ഷോപ്പിങ്ങും ചെയ്തോ, ഞാൻ വീട്ടിൽ പോണ് എന്ന് പറഞ്ഞ് അമ്മ പോകുന്നു. യോഷി ആരോടാണ് എന്താണ് സംസാരിക്കേണ്ടെന്നറിയാതെ ഷെൻഷിയുമായി ചാലഞ്ച് വെക്കുകയാണ്. ആരാണ് കൂടുതൽ സാധനങ്ങൾ വാങ്ങാൻ പോകുന്നത് എന്ന് നോക്കാം. എന്നാൽ യോഷിക്ക് അറിയില്ലല്ലോ ആ മാളിൻ്റെ ഓണറിൻ്റെ ഭാര്യയാണ് ഷെൻഷി എന്നുള്ളത്. അപ്പോൾ മാളിലുള്ള സ്റ്റാഫ്സ് ഷെൻഷി കണ്ട ഉടനെ മനസ്സിലാവുകയാണ് ബോസിന്റെ ഭാര്യയാണെന്ന്. ഷെൻഷി കോസ്റ്റ്ലി ആയിട്ടുള്ള ഇയറിങ്സ് വാങ്ങുമ്പോൾ സ്റ്റാഫ് ക്യാഷ് ഒന്നും തരണ്ട എന്ന് പറയുന്നു. അത് കേട്ട് യോഷിക്ക് ഷോക്കാവുകയും അവരോട് എന്താ ക്യാഷ് ഒന്നും ചോദിക്കാത്തെന്ന് ചോദിക്കുമ്പോൾ ഷെൻഷിയുടെ കഴുത്തിലുള്ള നെക്ലസ് കണ്ട് ഇത് ഇവിടുന്ന് വാങ്ങിച്ചതാണ്, അതുകൊണ്ട് ഇയറിങ്സ് എല്ലാം ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ് എന്ന് സ്റ്റാഫ് പറയുന്നു. അപ്പോഴാണ് ഷെൻഷിക്ക് മനസ്സിലാകുന്നത് ഹീറോ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള നെക്ലസ് ആണ് അവൾക്ക് നൽകിയിരിക്കുന്നത് എന്ന് ചിന്തിക്കുന്നു. എന്നാൽ യോഷി അത് മുത്തശ്ശൻ എനിക്ക് തന്നതാണ്, നീ വീട് വിട്ടിറങ്ങിയപ്പോൾ അത് എടുത്തിട്ടാണോ ഇറങ്ങിയെന്ന് പറഞ്ഞ് തട്ടിയെടുക്കുമ്പോൾ ലില്ലി ഉടനെ യോഷിയുടെ കൈ തട്ടി മാറ്റി ഇത് നിന്റെ മുത്തശ്ശനൊന്നും കൊടുത്തൊന്നുമല്ല, ഇവിടെ വല്ല പ്രശ്നമുണ്ടാക്കാനാണോ നിന്റെ പ്ലാനെങ്കിൽ ഞങ്ങൾ പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞതും യോഷി അവിടുന്ന് പേടി. അങ്ങനെ ഷെൻഷി വീട്ടിലേക്ക് വരുമ്പോൾ ഹീറോ സ്മോക്ക് ചെയ്ത് നിൽക്കുകയായിരിക്കും. ഷെൻഷി വരുന്നത് കണ്ട് സിഗരറ്റ് മാറ്റുകയും സ്മോക്ക് ചെയ്യുന്നത് ശരീരത്തിന് നല്ലതല്ല, സ്മോക്ക് ചെയ്യുന്നത് ഇതോടെ നിർത്തിക്കോ, നിർത്തിയാൽ ഡെയിലി കിസ് തരാമെന്ന് പറഞ്ഞതും ഹീറോയ്ക്ക് ഈ ഡീല് ഓക്കെ എന്ന് പറയുന്നു. അടുത്ത ദിവസം ഹീറോയിൻ ഓഫീസിൽ പോകുമ്പോൾ നാനി വന്ന് ഹീറോയിന്റെ മുത്തശ്ശൻ നാട്ടിൽ വന്നിട്ടുണ്ട്, സാർ എന്നാണ് അദ്ദേഹത്തെ കാണാൻ പോകുന്നെന്ന് ചോദിക്കുന്നു. എന്നാൽ ഹീറോയിന് മുത്തശ്ശനെ കാണാൻ ആഗ്രഹമുണ്ട്. പക്ഷേ ഹീറോയുടെ അച്ഛൻ അവിടെ ഉള്ളതുകൊണ്ടാണ് അവൻ പോകാത്തത്. അപ്പോൾ ഒരു പാസ്റ്റ് കാണിക്കുകയാണ്. ഹീറോയിൻ ചെറുപ്പത്തിൽ മരിച്ചുപോയ അമ്മയുടെ ഫോട്ടോ നോക്കി കരഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ഹീറോയുടെ അച്ഛനും സ്റ്റെപ്പ് മദറും വന്ന് അപ്പോൾ ഹീറോ സ്റ്റെപ്പ് മദറിന്റെ കയ്യിൽ കടിച്ച് നിങ്ങൾ എന്തിനാണ് എൻ്റെ അച്ഛനെ വിവാഹം ചെയ്തത്, എനിക്ക് നിങ്ങളെ ഒട്ടും ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കുമ്പോൾ അവൻ്റെ അച്ഛൻ ഹീറോയിനെ തള്ളിയിടുന്നു. നിന്റെ അമ്മ കാരണമാണ് എനിക്ക് നടക്കാൻ സാധിക്കാത്തത്, എൻ്റെ കൺമുന്നിൽ കണ്ടുപോകരുത് എന്ന് പറഞ്ഞു പോവുകയാണ്. പിക്ചറിൽ നാനി സാർ മുത്തശ്ശനെ എങ്ങനെയെങ്കിലും പോയി കണ്ടിട്ട് വരാനായി പറയുന്നു. അവനും നോക്കട്ടെ എന്ന് പറയുകയാണ്. ഇവിടെ ഹീറോയിൻ്റെ ഫിയാൻസി ഹീറോയിൻ്റെ സ്റ്റെപ്പ് മദറിനോട് ഹീറോയെ വിവാഹം ചെയ്യാനാണ് നോക്കുന്നത്, എന്നാൽ ഇതിന് സമ്മതിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഹീറോയിന് ഒരു സ്റ്റെപ്പ് ബ്രദറുണ്ട്, അവൻ്റെ പേര് കിം, അവൻ്റെ ചേട്ടന് സെറ്റായില്ലെങ്കിൽ നീ എന്നെ വിവാഹം ചെയ്തോ എന്ന് പറയുന്നു. അവരെല്ലാവരും സംസാരിച്ചിരിക്കവേ ഹീറോയിൻ മുത്തശ്ശനെ കാണാനുമായിരുന്നു. അകത്തേക്ക് ചെന്നതും ഹീറോയിനെ കണ്ട മുത്തശ്ശൻ സന്തോഷമായെങ്കിലും ഹീറോയിൻ്റെ അച്ഛൻ ഗ്ലാസ് എല്ലാം താഴെയിട്ട് പൊട്ടിക്കുന്നു. ഇത്രയും വർഷമായി ഇവൻ ഈ വീട്ടിൽ പോലും കുത്തിട്ടില്ല, നിങ്ങൾ വന്നത് കൊണ്ടാണ് അവൻ വന്നതെന്ന് പറഞ്ഞ് ഹീറോയെ ചീത്ത പറയുന്നു. പക്ഷേ ഹീറോ അതൊന്നും ശ്രദ്ധിക്കാതെ മുത്തശ്ശനോടൊപ്പം അകത്തേക്ക് പോയി സംസാരിക്കാമെന്ന് പറയുന്നു. എപ്പോഴും അവൻ്റെ അച്ഛൻ നിന്റെ അമ്മ കാരണമാണ് എൻ്റെ കാൽ പോയത്, നിനക്കത് ഓർത്ത് ഒരു നാണമില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഹുവാങ്ങിന് അമ്മയെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ അത്ര നല്ലവനാണോ, അമ്മ ഉള്ളപ്പോൾ മറ്റൊരു സ്ത്രീ വിവാഹം ചെയ്തു, അവർ ജീവനോടുള്ളപ്പോൾ എൻ്റെ അമ്മയെ സന്തോഷമായിട്ട് വെച്ചിട്ടില്ല, വായിക്ക് തോന്നുന്നത് പോലെ സംസാരിക്കുകയാണ് എന്ന് പറഞ്ഞ് ഹുവാങ് അവിടുന്ന് പോവുകയാണ്. ഇവിടെ മുത്തശ്ശനോട് നാനി ഹുവാങ് വിവാഹം കഴിച്ചെന്നും അവൾ നല്ല കുട്ടിയാണെന്ന് പറയുകയാണ്. ഹുവാങ് കല്യാണം കഴിഞ്ഞത് കേട്ട മുത്തശ്ശൻ ഒരുപാട് സന്തോഷമാവുകയും അവളെ കാണണമെന്ന് പറയുന്നു. അവർ രണ്ടുപേരും സംസാരിക്കുന്നത് ഹീറോയിന്റെ ഫിയാൻസി കേൾക്കുകയും ഹുവാന് വിവാഹം കഴിഞ്ഞു എന്ന് ചിന്തിക്കുമ്പോൾ കിം വന്ന് കണ്ടോ എൻ്റെ ചേട്ടന് വരെ വിവാഹം കഴിഞ്ഞു, വെറുതെ ചേട്ടന്റെ പുറകെ നടക്കാതെ എന്നെ വിവാഹം ചെയ്യാനായി പറയുകയാണ്. ശേഷം ജി അകത്തേക്ക് വരുമ്പോൾ ഹുവാങ്ങിന്റെ കോട്ടിൽ ഫോൺ റിങ് അടിക്കുന്നത് കേൾക്കുന്നു. ഫോൺ എടുത്ത് നോക്കുമ്പോഴാണ് അത് ഷെൻഷിയാണെന്ന് വിളിക്കുന്നത്. അവൾ കോൾ എടുത്ത് ഞാൻ ജിയാണെന്ന് പറഞ്ഞ് സംസാരിക്കുന്നു. അത് കേട്ടതും ഷെൻഷി കോള് കട്ട് ചെയ്യുന്നു. ആ ഒരു സമയത്ത് ഹുവാങ് വരികയും വന്നതും നീ എൻ്റെ ഫോൺ എന്തിനാ എടുത്തെന്ന് ചോദിക്കുമ്പോൾ ഒരുപാട് നേരമായി റിങ് അടിക്കുന്നുണ്ടായി, അതുകൊണ്ട് ഞാൻ കോൾ അറ്റൻഡ് ചെയ്തതാണെന്ന് പറയുന്നു. ശേഷം ഹുവാങ് ഷെൻഷിയെ കോൾ ചെയ്ത് എല്ലാ കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ പോയതും ഷെൻഷി ഫോൺ സ്വിച്ച് ഓഫ് ആക്കി ചെയ്തിരിക്കുകയാണ്. ശേഷം എല്ലാവരും മുത്തശ്ശനോട് സംസാരിച്ചിരിക്കുമ്പോൾ
ഹുവാങ്ങിന്റെ അച്ഛൻ കിമ്മിനോടും കമ്പനിയിൽ ഒരു പോസ്റ്റ് കൊടുക്കാനായി പറയുന്നു. മുത്തശ്ശൻ അവനോട് തമാശയ്ക്ക് നിനക്ക് വല്ല ജോലി വേണമെന്ന് ചോദിക്കുമ്പോൾ അവൻ ഗെയിം കളിക്കാൻ എനിക്കൊരു ഇടം തന്നാൽ മതി എന്ന് പറഞ്ഞതും അവന്റെ അമ്മ അവനെ പിച്ചിങ് കൊണ്ട് കമ്പനിയിൽ പോയി ജോലി നോക്കാനായി പറയുന്നു. എന്നാൽ ഹുവാങ്ങിന്റെ അച്ഛന് അതും ഒട്ടും തന്നെ പിടിക്കാത്തോണ്ട് റൂമിലേക്ക് പോവുകയാണ്. ഇവിടെ ഷെൻഷി ഹുവാങ് വീട്ടിലല്ലേ പോയിട്ട് വരാം എന്നല്ലേ പറഞ്ഞത്, പിന്നെങ്ങനെ ഫോൺ വേറൊരു ലേഡി എടുത്ത് സംസാരിച്ചെന്ന് ചിന്തിച്ച് ഹുവാങ്ങിനെ ചീത്ത പറഞ്ഞ് നടന്നു പോകുമ്പോൾ അവിടേക്ക് ഹുവാങ് വരുന്നു. ഞാൻ വിളിച്ചായിരുന്നു, സ്വിച്ച് ഓഫ് ആക്കിയെന്ന് ചോദിക്കുമ്പോൾ അവളും മുഖം ഒരു കട്ട പോലെ വീർത്തുവച്ചിരിക്കുന്നു. എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അവളും ഒരു കുഴപ്പമില്ലെന്ന് പറയുന്നു. അവൻ അവളോട് അവന്റെ കഥ പറയുകയാണ്. എൻ്റെ അച്ഛൻ എൻ്റെ അമ്മയെ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. അച്ഛന് മറ്റൊരു സ്ത്രീയുമായിട്ടായിരുന്നു ഇഷ്ടം. അതറിഞ്ഞിട്ടും എൻ്റെ അമ്മ അച്ഛനെ വിവാഹം ചെയ്തു. അതിനുശേഷമാണ് ഞാൻ ജനിച്ചത്. ഒരു ദിവസം എനിക്ക് നല്ല പനിയായിരിക്കുമ്പോൾ എൻ്റെ അമ്മ അച്ഛനോട് ഹോസ്പിറ്റലിൽ പോകാനായി പറഞ്ഞു. അങ്ങനെ പോയിരിക്കുമ്പോൾ കാർ ആക്സിഡൻ്റ് ആവുകയും അതിലെൻ്റെ അമ്മ മരിക്കുകയും എൻ്റെ അച്ഛന് നടക്കാനും പറ്റാണ്ടായി. അന്നു മുതൽ എൻ്റെ അച്ഛൻ എന്നെ വെറുപ്പോടെയാണ് കാണുന്നത്. അദ്ദേഹത്തിന് നടക്കാൻ കഴിയാത്തത് ഞാനും എൻ്റെ അമ്മയും കാരണമാണ് എന്നാണ് പറയുന്നത്. എൻ്റെ അമ്മ പോയതിനു ശേഷം എൻ്റെ എല്ലാ ഹാപ്പിനെസ്സും പോയി. അന്ന് അമ്മയുടെ കല്ലേറയിലിരിക്കുമ്പോഴാണ് ഞാൻ നിന്നെ കണ്ടത്. നീ എന്നെ കെയർ ചെയ്യുന്നതോടെ സംസാരിക്കുന്നത് തൊട്ട് ഞാൻ തീരുമാനിച്ച് അമ്മ എനിക്കായിട്ട് കൊണ്ടുവന്നതാണ് നിന്നെ എന്ന് പറഞ്ഞ് അതുകൊണ്ട് ഞാൻ നിന്നെ വിവാഹം ചെയ്തു എന്ന് പറയുന്നു. അത് കേട്ടെല്ലാം ഷെൻഷി നിങ്ങൾ ഒന്നും കൊണ്ട് സങ്കടപ്പെടേണ്ട, നിങ്ങളുടെ കൂടെ എപ്പോഴും ഞാൻ ഉണ്ടാകും എന്ന് പറഞ്ഞ് ഹുവാങ്ങിനെ കിസ് ചെയ്യുന്നു. ശേഷം ഹുവാങ് വീട്ടിൽ നടന്ന കാര്യമെല്ലാം അവളോട് പറയുന്നു. ജി നമ്മളെ പിരിക്കാൻ വേണ്ടി കോൾ അറ്റൻഡ് ചെയ്തതാണ്. ഇവിടെ ജി അവളുടെ ഫ്രണ്ടിനോട് ഹുവാങ് ഒരു പെണ്ണിനെ വിവാഹം ചെയ്തെന്നും അവളുടെ ഡീറ്റെയിൽസ് കണ്ടെത്താനായി പറയുന്നു. അപ്പോൾ അവളുടെ ഫ്രണ്ട് അവൻ വിവാഹം കഴിഞ്ഞതല്ലേ, പിന്നെന്തിനാണ് അവന്റെ പിന്നാലെ പോയി നിന്റെ സമയം വേസ്റ്റ് ചെയ്യുന്നതെന്നും ചോദിക്കുന്നു. അങ്ങനെ ഷെൻഷിയുടെ കോളേജിൽ കോമ്പറ്റീഷൻ ദിവസം വന്നെത്തുകയാണ്. നീ തന്നെയായിരിക്കും ജയിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞ് ഹുവാങ് കോളേജിലേക്ക് അവളെയും കൂട്ടി കൊണ്ടുപോകുന്നു. അങ്ങനെ കോമ്പറ്റീഷനിൽ ചീഫ് ഗസ്റ്റായിട്ട് ഹുവാങ്ങിന്റെ അനിയൻ കിമ്മും ഷെൻഷിയുടെ ചേട്ടൻ യുവാനുമാണ് വരുന്നത്. ഇവർ രണ്ടുപേരും മ്യൂസിഷ്യനാണ്. അങ്ങനെ കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ആവുകയാണ്. ഷെൻഷിയാണ് ഫസ്റ്റ് പെർഫോം ചെയ്യുന്നത്. ഇതെല്ലാം കണ്ട് ഹുവാങ്ങിന് വളരെ സന്തോഷമാവുകയാണ്. മറുവശം നോക്കിയാൽ കിം ഷെൻഷിയെ കണ്ട് നല്ല സുന്ദരിയാണല്ലോ, ആരാണിവൾ എന്ന് പറഞ്ഞ് സൈറ്റ് അടിക്കുന്നു. അപ്പോൾ കിമ്മിൻ്റെ അടുത്തിരിക്കുന്നത് യാനാണ്. എടാ നിന്റെ കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിക്കും, അവൾ എൻ്റെ അനിയത്തിയാണ്. എൻ്റെ അനിയത്തിയെ സൈറ്റ് അടിക്കാതെ മ്യൂസിക്കിൽ മാത്രം ശ്രദ്ധിക്കുന്നു പറയുന്നു. ശേഷം കോമ്പറ്റീഷൻ കഴിയുമ്പോൾ ഷെൻഷി ആയിരിക്കും വിൻ ചെയ്തിരിക്കുക. യാൻ അവൾക്ക് ഫ്ലവർ എല്ലാം കൊടുത്ത് ആദരിക്കുന്നു. ഇതെല്ലാം കാണുന്ന യോഷിക്ക് ഒരുപാട് ദേഷ്യമാവുകയും ലില്ലിയൊക്കെ ചേർന്ന് അവളെ കളിയാക്കുന്നു. ശേഷം കോമ്പറ്റീഷൻ കഴിഞ്ഞ ശേഷം കിം ഷെൻഷിയുടെ അടുത്ത് വന്ന് നീ എൻ്റെ ഗേൾഫ്രണ്ട് ആകുമോ, എൻ്റെ കയ്യിൽ ഒരുപാട് ക്യാഷ് ഉണ്ടെന്ന് പറയുമ്പോൾ തനിക്ക് ഓൾറെഡി മാരേജ് ആയതാണ്, ഇമാതിരിയുള്ള വർത്തമാനം എന്നോട് പറയരുതെന്ന് പറയുന്നു. തക്ക സമയത്ത് അവിടേക്ക് ഹുവാങ് വന്ന് കിമ്മിനെ തള്ളിയിടുകയാണ്. തള്ളിയിട്ട് അവളോട് വീട്ടിലേക്ക് പോകാമെന്ന് പറയുന്നു. കിമ്മും ഹുവാങ്ങിനെ കണ്ട് ഷോക്കാവുകയാണ്. ചേട്ടാ ഇത് ചേട്ടൻ്റെ ഭാര്യയാണോ? ചേച്ചി എന്നറിയാതെ ഓവറായിട്ട് സംസാരിച്ചു, എന്നോട് ക്ഷമിക്കെന്ന് പറയുന്നു. ഇനി ചേട്ടനായി ഹുവാങ്ങിന് ഒരുപാട് ഇഷ്ടമാണ്. ചേട്ടനുള്ള സ്ഥാനം കിം ഹുവാങ്ങിന് നൽകിയിട്ടുണ്ട്. ശേഷം അവൾ കോമ്പറ്റീഷനിൽ വിൻ ചെയ്തതിനാൽ ക്യാഷ് പ്രൈസ് എല്ലാം ഹുവാങ്ങിന് തരാമെന്ന് പറയുന്നു. എന്നാൽ ഹുവാങ് അതൊന്നും വേണ്ടെന്ന് പറയുന്നു. അപ്പോൾ അവളുടെ ചേട്ടന്മാർക്ക് ഇവൾ എവിടെയാണ് സ്റ്റേ ചെയ്യുന്ന കാര്യം അറിയില്ല, ഇതുവരെ ചേട്ടന്മാരോട് പറഞ്ഞിട്ടില്ല. എൻ്റെ ചേട്ടന് എന്തായാലും നിങ്ങളെ ഇഷ്ടപ്പെടുമോ എന്നറിയില്ല എന്ന് പറയുമ്പോൾ മച്ചാമാർക്ക് എന്നെ എന്തായാലും ഇഷ്ടമാകും, ഞാൻ അവരുമായി ചാറ്റ് ചെയ്യാറുണ്ടെന്ന് പറഞ്ഞ് അവൾക്ക് മെസ്സേജ് എല്ലാം കാണിക്കുന്നു. അത് കാണുമ്പോൾ അവൾക്ക് ഒരുപാട് സന്തോഷമാവുകയും അവളെ കെട്ടിപ്പിടിക്കുന്നു. ഇവിടെ ഷെൻഷിയുടെ മുത്തശ്ശനെയാണ് കാണിക്കുന്നത്. മുത്തശ്ശന്റെ മുന്നിൽ ടാനും യാനുമുണ്ട്. യോഷി ഷെൻഷിയെ മോശമായി പറഞ്ഞതുകൊണ്ട് തന്നെ മുത്തശ്ശൻ ഷെൻഷിയെ മോശമായിട്ടാണ് കാണുന്നത്. എന്ത് കാരണത്താലാണ് ഷെൻഷിയെ വീട് വിട്ട് ഇറക്കിയതെന്ന് മുത്തശ്ശൻ ചോദിക്കാതെ അവർ രണ്ടുപേരും ഷെൻഷി മീറ്റ് ചെയ്ത കാര്യം മുത്തശ്ശൻ അറിഞ്ഞതും അതുകൊണ്ടാണ് മുത്തശ്ശൻ അവരെ ചീത്ത പറയുകയാണ്. എന്നാൽ ടാനും യാനും അവൾക്ക് സപ്പോർട്ടായിട്ടാണ് സംസാരിക്കുന്നത്. മുത്തശ്ശന് അവളെ സപ്പോർട്ട് ചെയ്യുന്നത് സംസാരിച്ചതിനാൽ എഴുന്നേറ്റ് പോകുന്നു. ഇവിടെ യോഷി ഷെൻഷിയാണ് വിൻ ചെയ്തതെന്ന് പറഞ്ഞ് കരയുമ്പോൾ അടുത്ത കോമ്പറ്റീഷനിൽ വിൻ ചെയ്യാമെന്ന് പറഞ്ഞ് അമ്മ സമാധാനം